ഇതെന്തോടെ ഏജന്റ് ക്ഷീണിച്ചു പിന്നെ അങ്ങനെ മലയാളിയാണ് നിങ്ങൾ എനിക്ക് അറിയില്ലോ അല്ല ആക്ച്വലി എനിക്ക് ഇവിടെ അറിയാൻ പാടുന്നല്ല ഇത് നമ്മുടെ ചേട്ടൻ്റെ എടാ ഒന്ന് പോയടാ അല്ല സംഭവം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ക്യാമറ അത് ഇത് നീലക്കുയിലല്ലേ മനസ്സിലായി ഗബ്രിയേൽ വളഞ്ഞൊരു തല്ലണോ എന്നാ നിങ്ങള് തിരിച്ച് ജാമ്യം കയറിയില്ലോ ഓരോ ദിവസം കയറണം നമ്മൾക്ക് പണ്ടൊക്കെ എല്ലാരും എയർപോർട്ടിൽ കാണാൻ വേണ്ടി വന്നിട്ട് എല്ലാരും കണ്ടില്ലേ എല്ലാരും ഹാപ്പി ആയില്ലേ മറച്ചുമായില്ലേ തെറിയൊക്കെ വരും അതിന്റെ അടിയിൽ തെറിയൊക്കെ ഉണ്ടാവും നാട്ടുകാരെല്ലാം ഞാനൊരു ബിഗ് ബോസ് ജഡ്ജ്മെന്റ് ചെയ്യണോ എനിക്ക് ഞാനുള്ള സീസൺ തന്നെ എനിക്ക് ബെസ്റ്റ് അതെപ്പോഴും നമ്മളുള്ള സീസണാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനുള്ള സീസൺ തന്നെ വലുത് എന്ന് എനിക്ക് നമ്മളുള്ള സീസണായിരുന്നു അടിപൊളി കാര്യം ഇങ്ങനെ ആരും വലിയ സൈബർ ബുള്ളിങ്ങും പരിപാടികളൊന്നും ഉണ്ടായില്ല ഇതുപോലെ ഭീകര ആർമി അറ്റാക്കിങ്ങും തെരുവറിയിലും കമന്റിലും അമ്മയ്ക്ക് വിളി അച്ഛനോടി ഒന്നും ഉണ്ടായില്ല ഞങ്ങളുടെ സീസണല്ലേ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഈ സീസൺ കഴിയുമ്പോ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും വീട്ടിലും തുമ്മുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ കാര്യം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഭീകരമായിട്ട് ഈ ഓരോ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മളുള്ള സമയത്ത് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായില്ലോ ഫസ്റ്റ് സീസൺ ഞാൻ ബിഗ് ബോസിൽ പോയ കാര്യം തന്നെ ആളുകൾ മറന്നുപോയി കാര്യം 6 കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ പോയ കാര്യം നീ മറക്കരുത് ആക്ച്വലി ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു ഈ ഹോട്ട്സ്റ്റാറിൽ പിന്നെ ഞാനിപ്പോ എപ്പിസോഡ് സീരിയൽ പോലെയുള്ള പരിപാടി തോന്നിയായിരുന്നു എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഒരു സീരിയൽ പോലത്തെ പരിപാടിയായിട്ട് എനിക്കിപ്പോ എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു പുള്ളി കപ്പടിക്കുന്ന ഞാൻ ആദ്യം പറയായിരുന്നു പിന്നെന്താ എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ആദ്യം സിദ്ധിയുടെ പേര് പറഞ്ഞു ഇപ്പൊ ജില്ലു കപ്പടിക്കുന്ന എനിക്ക് തോന്നുന്ന കാര്യം പുറത്തുള്ള നമ്മൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നല്ലോ അപ്പൊ ജനങ്ങളുടെ ഫുള്ള് എനിക്ക് സപ്പോർട്ട് ജിൻഡോ ജാസ്മിൻ എന്നുള്ള ഒരു എന്റെ അർജുൻ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് ഇതിന് മുന്നിലുള്ള ആൾ കപ്പെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ബിഗ് ബോസ് നിങ്ങൾ കാണണല്ലേ ഈ ബിഗ് ബോസ് നമ്മൾ നാട്ടുകാർ ആണെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ കപ്പെടുക്കും കാര്യം എല്ലാ സീസണും അറിയാം നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ ഇപ്പൊ പേളി കപ്പെടുക്കുന്നത് ഞാൻ വിചാരിച്ചു എന്റെ സീസണിൽ അപ്പൊ അതിൽ സാബു കപ്പെടുക്കും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മാറാം ഒറ്റ ദിവസം ലാസ്റ്റ് ഡേ വോട്ടിങ്ങൊക്കെ ഒന്നറിയാൻ പാടില്ല എന്താ ജിൻഡോ കപ്പെടുക്കട്ടെ എനിക്ക് സന്തോഷമുള്ളൂ ആര് കപ്പെടുത്താൻ എനിക്ക് വിഷയമല്ല അത് നമുക്കിത് ഏൽക്കുന്ന ഒരു കാര്യമില്ല ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വർഷങ്ങളായി നമുക്ക് ഈ ബിഗ് ബോസ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഇത് അത് ബിഗ് ബോസിന്റെ ഒരു പരിപാടി എന്നെ വിളിക്കാറില്ല ഏഷ്യാനിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല വിളിക്കാൻ ഞാൻ പോകാൻ താല്പര്യമില്ല കാര്യം എന്റെ സിനിമ റിലീസായിരുന്നു അത് തിയേറ്ററിൽ കാണും വെപ്പൺ എന്ന് തമിഴ് റിലീസായിരുന്നു
അവർ തമിഴ്നാട്ടിലാണ് കൂടുതൽ പ്രൊമോഷൻ പറയുന്നത്. തമിഴ് മൂവിയാണ്. ഇത് കാറോട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നിന്റെ കമന്റുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ. കാറില്ലാതെ നീ അതിന്റെ അകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ് കണ്ടപ്പോൾ കാറില്ലാതെ ഭയങ്കര ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. കാര്യം സായിനാണ് സായിനെ സ്വന്തം വൈഫും കസിൻ ബ്രദറും. ഇത് ഈ വീഡിയോയിൽ ജിത്തുവായി അദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്ന പ്രായമായി. എന്റെ കല്യാണം ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട്. എന്റെ കല്യാണം ഉണ്ടോ ഈ വർഷം? ഇവരേക്ക് വിളിക്കണം. അത് ഇവരാണ് നമുക്ക് കല്യാണം കഴിഞ്ഞു പോലെ. കാര്യം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. കല്യാണം പണ്ടൊക്കെ പത്രത്തിൽ കൊടുക്കാൻ പറ്റും കല്യാണം കഴിഞ്ഞുള്ള വധു വരനൊക്കെ പോലെ. കാര്യം ഇവരത് പറഞ്ഞ ഇവർ ലോകം മൊത്തം അറിയിച്ചുകൊണ്ട് അത് ഏറ്റവും വലിയൊരു സംഭവമാണ്. കാര്യം റോബിന്റെ കല്യാണം കഴിയാതെ തന്നെ കല്യാണം കഴിച്ചു പറഞ്ഞാൽ പറ്റില്ലോ. തൃശ്ശൂരാണ് അറിയാലേ. തൃശ്ശൂർ ഇങ്ങനെ സംസാരിക്കാറ്. അൾട്ടിമേറ്റ് എനിക്കറിയാം അൾട്ടിമേറ്റ് ഇല്ലല്ലോ ഒരിക്കലും അറിയില്ല. അൾട്ടിമേറ്റ് സംഭവം ഉണ്ടാവില്ല. മലയാളത്തിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അത് പൈസ കൊടുക്കുന്ന ആയാലും ഇത്ര നല്ല എമൗണ്ട് എല്ലാവരും നല്ല പൈസ കൊടുക്കുന്നുണ്ട്.